ഹായ് ഹലോ നമസ്കാര വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തമ്മിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഇന്നത്തെ വീഡിയോ ഹാർവെസ്റ്റിംഗ് ആണ്. എപ്പോഴും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒന്നെങ്കിൽ പഴമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചീരയായിരിക്കും, അല്ലെങ്കിൽ ചേമ്പായിരിക്കും, കാച്ചിലായിരിക്കും, അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വെറൈറ്റി പിടിക്കാം. അപ്പോൾ ഇന്നത്തെ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉള്ളിയാണ് കേട്ടോ. ഉള്ളി ഹാർവെസ്റ്റിംഗ് ചെയ്തിട്ട് ഇത് ഏകദേശം കുറേ ആയി നട്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഓക്കെ ഉള്ളി തന്നെ ഇന്ന് ഹാർവെസ്റ്റിംഗ് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയോടായിട്ടാണ് വന്നിട്ടുള്ളത്. വലിയ ബ്ലൂ ബാസ്ക്കറ്റൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനകത്ത് നിറച്ചും കിട്ടുന്നൊക്കെയുള്ള പ്രതീക്ഷയായിരുന്നു. ഇത് 3 പ്ലാസ്റ്റിക് കൊട്ടയിലായിട്ട്, ഒന്ന് റബ്ബർ കൊട്ടയും ബാക്കി 2 പ്ലാസ്റ്റിക് കൊട്ടയാണ്. അങ്ങനെ 3 ആയിട്ടാണ് നട്ടിട്ടുള്ളത്. ഓക്കെ, ഇത് പറിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് കൊട്ടയിലൊന്നും അത്ര ആയിട്ടില്ല. മറ്റേ റബ്ബർ പോലത്തെ ആ കൊട്ട ഉണ്ടല്ലോ, അതിനകത്താണ് കൂടുതലായിട്ട് ആയിട്ടുള്ളത്. ഇനി വരുന്ന വീഡിയോ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് ഹാർവെസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങിന് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. വെറുതെ നട്ടാൽ മതി ഉരുളക്കിഴങ്ങ്, അങ്ങനെ വലിയ കാര്യമായ കാര്യങ്ങളൊന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചാക്കിൽ, അതായത് ഈ കൊട്ടയിൽ നട്ടതിൽ നല്ല എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഗ്രോ ബാഗിലൊക്കെ നട്ടതിൽ എനിക്ക് അത്ര കിട്ടിയിട്ടില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ മണ്ണിൽ വെച്ചിട്ടുള്ള ഹാർവെസ്റ്റിംഗ് നട്ടത്. ഇതുവരെ ഞാൻ മണ്ണിൽ നട്ടിട്ടില്ല. അപ്പോൾ വരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മണ്ണിൽ നട്ട ഉരുളക്കിഴങ്ങിൻ്റെ ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് 2ാമത്തെ കൊട്ടയിലാണ്. ചെറുതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ കുറേ പ്രതീക്ഷിച്ചു, പക്ഷേ പ്രതീക്ഷിച്ച റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. സാരമല്ല, ഇത് നമ്മൾ കൊട്ടയിൽ മാത്രമല്ല മണ്ണിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിന് അത്ര വെള്ളമൊന്നും കാര്യങ്ങളൊന്നും ഒഴിച്ചിട്ടില്ല. വെള്ളം വളരെ കുറവായിരുന്നു നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ കാരണം കൊണ്ട് തോന്നുന്നു ഇത് ഭയങ്കര ചെറുതായത്. നട്ടത്ര ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എത്ര കിട്ടിയെന്നും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും അടിയിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാനിങ്ങനെ കമ്പ് കൊണ്ട് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഉള്ളീൻ്റെ ഉണങ്ങിയ ഇലകളും കാര്യങ്ങളൊക്കെ. ഈ ഇല നമ്മൾ കറി വെച്ചിട്ടൊക്കെ തിന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ലാസ്റ്റ് കൊട്ട. ഇതിനകത്താണ് നമുക്ക് കൂടുതലായി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലേ, അതാണ്. അതുകൊണ്ട് ഞാൻ വേഗം എടുത്തു. അത്യാവശ്യം വലുത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ഒരിക്കൽ പറിച്ചപ്പോൾ തന്നെ കിട്ടിയ സാധനങ്ങളൊക്കെയാണിത്. ഇനി വരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ കൂടി വരാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ പറിച്ച് കഴിഞ്ഞു. ഇനി പറിച്ചതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ആ ബ്ലൂ ബാസ്ക്കറ്റിലിട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പം ഇതെങ്ങനെയാണ് പൊളിച്ചെടുക്കുന്നത് കൂടി ഒരു ചെറിയൊരു ക്ലിപ്പ് കൂടി ഞാൻ ആഡാക്കിയിട്ടുണ്ട്. ഇത് കത്തി വെച്ച് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കത്തിയൊന്നും എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ എടുത്തതാണ് കേട്ടോ. ഇതാണ് ഞാൻ എല്ലാം പറക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റിസൾട്ടൊന്നും കിട്ടിയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വീഡിയോ. ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.